ഹായ് മക്കളെ, നമസ്കാരം. 10ാം ക്ലാസ്സിലെ കേരള പാഠാവലി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏകദേശം 30 മാർക്കോളം വാങ്ങാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങൾ ഇതാണ്. ഇനി പറയാൻ പോകുന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് സെറ്റാക്കിയേക്കുക. ഓക്കെ, നോക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? അയ്യോ, ഗുണവും അനവധി ദോഷമായത് എന്ന് ഹംസം വിലപിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഗുണങ്ങളും ചിലപ്പോൾ നമുക്ക് ദോഷത്തിന് കാരണമാകുന്നു എന്ന ഈ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സ്വാഭിപ്രായം സമർത്ഥിക്കുക. നമുക്കുള്ള ചില ഗുണങ്ങൾ, നമുക്ക് മറ്റുള്ളവർ നമ്മുടെ ഗുണങ്ങളാണെന്ന് കരുതുന്ന പല വസ്തുക്കളും ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ദോഷമായി ഭവിക്കാം. അങ്ങനെ ഒരു സന്ദർഭം ഹംസത്തിന്റെ ജീവിതത്തിലും, ഹംസം എന്ന അരയന്നത്തിന്റെ ജീവിതത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായിരുന്നു? അതിന് ഉദാഹരണ സഹിതം എന്ത് ചെയ്യുക, സമർത്ഥിക്കുക എന്നുള്ളൊരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അയ്യോ, ഗുണവും അനവധി ദോഷമായത് എന്ന് ഹംസം വിലപിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഗുണങ്ങളും ചിലപ്പോൾ നമുക്ക് ദോഷത്തിന് കാരണമാകുന്നു എന്ന ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സ്വാഭിപ്രായം സമർത്ഥിക്കുക. ദെൻ നെക്സ്റ്റ് നോക്കുക. മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിന്റെ മക്കൾ റെയിൻ റെയിൻ ഗോ അവേ എന്ന് പാടാമോ? അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക, ഞങ്ങൾക്ക് 4 ഇറ്റു വെള്ളം പകരുക എന്നല്ലേ? ലേഖകന്റെ ഈ ചോദ്യങ്ങൾ നിങ്ങളിൽ ഉണർത്തുന്ന ചിന്തകൾ എന്തെല്ലാം? ഒരു നാട്ടിലെ ഭാഷ എന്ന് പറയുന്നത് ആ നാടിന്റെ പരിസ്ഥിതിയുമായിട്ടും ആ നാടിന്റെ സാഹിത്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ സാഹിത്യം സ്വാഭാവികമായിട്ടും അവരുടെ പരിസ്ഥിതിക്ക് അനുസരിച്ച്, സാമൂഹ്യ വ്യവസ്ഥിതിക്ക് അനുസരിച്ച് രൂപപ്പെടുന്നതാണ്. അപ്പൊ ഇംഗ്ലണ്ടിലെ കുട്ടികൾ റെയിൻ റെയിൻ ഗോ അവേ, അവിടെ നിരന്തരമായിട്ട് തണുപ്പും മഴയും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനത്തെ പാട്ട് പാടും. മഴയുടെ അളവ് കുറഞ്ഞു വരുന്ന നമ്മുടെ നാട്ടിലെ കുട്ടികൾ മഴയോട് പോവാനല്ല പറയേണ്ടത്, മറിച്ച് മഴ എങ്ങോട്ട് പോകുന്നു, നീ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് വരിക എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ ഭാഷയും സംസ്കാരവും അവിടുത്തെ സാമൂഹിക അന്തരീക്ഷവുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഉത്തരത്തിനകത്ത് എന്ത് ചെയ്യണം, നമ്മൾ സമർത്ഥിക്കണം. ദെൻ നെക്സ്റ്റ്, മാതൃഭാഷയെ പെറ്റമ്മയോട് ഉപമിക്കാൻ ലേഖകനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? എന്തുകൊണ്ടാണ് മാതൃഭാഷ പെറ്റമ്മക്ക് തുല്യമാണ് എന്ന് പ്രകാശ് രാജ് പറയുന്നത്? അതിന് അദ്ദേഹം ചില കാരണങ്ങൾ നിരത്തുന്നുണ്ട്. ആ കാരണങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കിക്കൊള്ളുക. മാതൃഭാഷയെ പെറ്റമ്മയോട് ഉപമിക്കാൻ ലേഖകനെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ത്? സെറ്റ്. ദെൻ നെക്സ്റ്റ്, അടിയന്തരമായി ചീഫ് റിപ്പോർട്ടറായി പ്രൊമോഷൻ വേണം, ഇല്ലെന്നാൽ ഞാൻ രാജിവെക്കുന്നു, മന്ദിക്കണം. മാധ്യമപ്രവർത്തകനായ വെങ്കടേശ അയ്യങ്കാരെ ഈ നിലപാടിലേക്ക് എത്തിച്ച സാഹചര്യം എന്തായിരുന്നു? കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇങ്ങനെ ഒരു നിലപാടിലേക്ക് വെങ്കടേശ അയ്യങ്കാരെ കൊണ്ടെത്തിച്ചത് എന്തായിരുന്നു? കാരണം ഇദ്ദേഹം കുറെ കാലമായിട്ട് ഒരേ പോസ്റ്റിൽ ജോലി ചെയ്യുന്നു. ഇദ്ദേഹത്തിന്റെ താഴേക്കിടയിൽ ജോലിക്ക് ജോയിൻ ചെയ്ത പലരും ഇദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്ത് ഉയർന്ന പോസ്റ്റിലേക്ക് എന്ത് ചെയ്ത് കടന്നു പോവുകയുണ്ടായി. അപ്പോഴും വെങ്കടേശ അയ്യങ്കാർ ആ ഇരുന്ന പോസ്റ്റിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. അതിൽ മനസ്സ് മടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം ആ പത്രത്തിന്റെ ഉടമസ്ഥനെ ചെന്ന് കണ്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് ഇവിടെ കൂട്ടിച്ചേർക്കുന്നത്. ഉത്തരത്തിനകത്ത് എന്ത് ചെയ്യുക, സെറ്റാക്കി എഴുതിക്കൊള്ളുക. ദെൻ നെക്സ്റ്റ് നോക്കുക. അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളിലേക്ക് എത്തുമ്പോൾ മാധ്യമ ഭാഷയിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ചർച്ച ചെയ്യുക, കണ്ടെത്തലുകൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക. അച്ചടി മാധ്യമങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യ മാധ്യമങ്ങൾ, നമ്മുടെ TV, ന്യൂസ് വായിക്കുന്നത്, പത്രങ്ങള്, വീക്കിലികള്, ഇതിനകത്തൊക്കെയുള്ള ഭാഷ, മാധ്യമ ഭാഷയുണ്ട്. അതിൽ നിന്ന് ഇന്ന് യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ വാർത്തകൾ വായിക്കുന്ന ആളുകൾ കടന്നു വരുമ്പോൾ അവിടെ എന്താണ് ഭാഷയ്ക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇവിടെ അച്ചടി മാധ്യമങ്ങൾ ഒരു മാനക ഭാഷ പിൻപറ്റുന്ന സമയത്ത് ഇവിടെ യാതൊരു നിബന്ധനകളും ഇല്ലാതെ കൊളോക്കിയലായിട്ടുള്ള രൂപത്തിലൊക്കെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഭാഷ പ്രയോഗിക്കപ്പെടുന്നു. ഭാഷയ്ക്ക് കൃത്യമായിട്ടുള്ള നിബന്ധനകളില്ലാതെ കടന്നു വരുന്നു. ഇത് ഒരു പ്രത്യേകതയായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഉത്തരത്തിനകത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് നമ്മുടെ നവമാധ്യമങ്ങൾ ഏതൊക്കെയാണ്? യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇന്റർനെറ്റ്, വാട്സപ്പ് ഒക്കെ എന്ത് ചെയ്യാം, നവമാധ്യമങ്ങളിലേക്കാണ്. അപ്പോൾ മാധ്യമ ഭാഷയിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തേക്കണം. ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാളേ ഉള്ളൂ, അത് അവന്റെ അച്ഛനാണ്.
അച്ഛനും മകനുമായുള്ള ആത്മബന്ധം ആവിഷ്കരിച്ചതിന്റെ സവിശേഷതകൾ കണ്ടെത്തി സിനിമയ്ക്ക് ആസ്വാദനം എഴുതുക. യൂസഫിനെ അറിയുന്നത് യാക്കൂബിന് മാത്രമാണ്. യൂസഫ് എന്ന് പറയുന്ന ബാലന് വിക്കുള്ളത് കാരണം സംസാരിക്കാൻ മടിയുണ്ടായിരുന്നു. അവനോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് പോലും ആർക്കറിയാമായിരുന്നു? അച്ഛനറിയാമായിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു മാനസികമായിട്ടുള്ള അടുപ്പത്തെയാണ് നമ്മുടെ ഉത്തരത്തിനകത്ത് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അതോടൊപ്പം തന്നെ പാഠഭാഗത്തിനകത്ത് മൗനം ഒരു കഥാപാത്രമായി മാറുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. സെറ്റ്. ഇത്രയും ചോദ്യങ്ങളൊന്ന് സെറ്റാക്കി വെക്കുക. 30 മാർക്കോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.